നമസ്കാരം. നമസ്കാരം. പത്മകുമാർ ഇപ്പം ഞാനടക്കമുള്ള പല മാധ്യമപ്രവർത്തകരും വിചാരിച്ചു അദ്ദേഹത്തിനെതിരെ CPM അതിശക്തമായ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദി അദ്ദേഹമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിശക്തമായ നിലപാടെടുക്കും തന്നെയാണ് ഞാനടക്കം വിചാരിച്ചത്. പക്ഷേ ഇന്നലെ CPM എന്താ പറയുക നൈസായിട്ട് കൈയൂരുന്ന ഒരു പ്രക്രിയയാണ് ഇന്നലെ ചെയ്തത്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു എന്നുള്ള നിലക്ക് ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകരും ഇന്നലെ പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തെ ശബരിമല യുവതീ പ്രവേശന സമയത്ത് മനഃപൂർവ്വം തിരുവനന്തപുരത്തോട്ട് വിളിച്ചു എന്നുള്ളതും, അദ്ദേഹത്തെ മാത്രമല്ല അന്നത്തെ ADGPയെയും അങ്ങോട്ട് വിളിച്ചു എന്നുള്ളതും, അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷമാണ് ശബരിമലയിൽ യുവതീ പ്രവേശനം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം അറിഞ്ഞത് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞായിരുന്നു. അതുമാത്രമല്ല, അതുകൂടാതെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ മേൽശാന്തി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു മന്ത്രി അദ്ദേഹത്തിന് കത്തെഴുതി എന്നുള്ളതും അതിൽ എന്താ പറയുക ഇടപെട്ടു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ പല മന്ത്രിമാരും ഈ ആരോപണത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ പാർട്ടിയുടെ തോൽവിക്ക്, ഈ 2026 ഇലക്ഷനിൽ തോൽവിക്ക് പ്രധാനപ്പെട്ട ഉത്തരവാദി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി എടുക്കണം എന്നാണ് പാർട്ടിയിൽ അടിത്തട്ടിലെ അണികൾ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ CPM എന്തുകൊണ്ടോ പല കാര്യങ്ങളും ഭയക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഈ നടപടിയിലൂടെ കൃത്യമാണ്. കാരണം വലിയ തരത്തിൽ നടപടിയിലോട്ട് പോകാണ്ട് അത് നൈസായിട്ട് അവിടെ ഇവിടെയും വേദനിപ്പിക്കാണ്ട തരത്തിൽ എന്ന ചെറിയ രീതിയിൽ നടപടി എടുത്ത് CPM ഇതിൽ നിന്ന് തടിയൂരി എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് സാർ ഈ വിഷയത്തെ കാണുന്നത്? അല്ല, CPMന് പത്മകുമാറിനെതിരെ നടപടിയെടുക്കുക എളുപ്പമല്ല. പല കാരണങ്ങളുണ്ട് അതിൽ. ഒന്നാമത്തെ കാരണം ഈ പറഞ്ഞതുപോലെ പത്മകുമാറിൻ്റെ കയ്യിൽ ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളുമുണ്ട്. പത്മകുമാർ നേരിട്ട് പണം ഇതിൽ നിന്നുണ്ടാക്കിയോ ഇല്ലയോ എന്നത് വലിയ ചോദ്യമാണ്. പക്ഷേ ഈ തട്ടിപ്പുകൾക്കും മറ്റു പല പരിപാടികൾക്കും പത്മകുമാർ കൂട്ടുനിന്നിട്ടുണ്ട്. പത്മകുമാർ ചെറിയ മീനല്ല. അദ്ദേഹം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു, MLA ആയിരുന്നു, പല രീതിയിൽ. പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ അദ്ദേഹത്തിന് കൊടുത്തു. ആദ്യത്തെ ദിവസം ഈ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി ഉത്തരവ് വരുന്ന ആദ്യത്തെ പ്രതികരണം വരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിൻ്റെ അന്നത്തെ, എൻ്റെ കുടുംബത്തിലുള്ള സ്ത്രീകൾ ആരും കയറില്ല ശബരിമലയ്ക്ക് എന്ന് അദ്ദേഹം ആദ്യം പറയുകയാണ്. ഇത് തന്നെ യഥാർത്ഥത്തിൽ ഞെട്ടിക്കേണ്ടതാണ്. കാരണം ഗവൺമെൻറ് സുപ്രീം കോടതി വിധി സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് വലിയ വിഷയമാക്കി എങ്ങനെയെങ്കിലും സ്ത്രീകളെ കയറ്റുക എന്നുള്ളത്, അവരുടെ സംരക്ഷിച്ച് കയറ്റുക. സ്ത്രീകൾ യുവതികൾ കയറുന്നതിന് വിരോധമില്ല, പക്ഷേ അവർക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുക. കാരണം സുപ്രീം കോടതി വിധിയുണ്ട്. അപ്പം തന്നെ പലരും ഉന്നയിച്ച ഒരു കാര്യമുണ്ട്, സുപ്രീം കോടതി വിധി പല കാര്യത്തിലും വന്നിട്ടുണ്ട്, ഇവിടെ സർക്കാർ നടപ്പാക്കിയിട്ടില്ല. പള്ളി കേസിൽ വന്നിട്ടുണ്ട്, ജാക്കോബായ ഓർത്തഡോക്സ് പള്ളി കേസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും വിവാദമായി ഇപ്പോൾ കെട്ടടങ്ങിയ നമ്മുടെ പരിയാടത്ത് മറ്റേ ഭൂമിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പരിയർത്തുകാവിലെ അത് വന്നിട്ടുണ്ട്. അന്നൊന്നും സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന ആവേശമില്ലാത്ത ഒരു ഗവൺമെൻറ് വളരെ പെട്ടെന്ന് സുപ്രീം കോടതി വിധി ഉടനെ നടപ്പാക്കണം എന്ന് തീരുമാനിക്കുകയും അത് നവോത്ഥാനത്തിൻ്റെ പുതിയ മുഖമാണ് എന്ന് പറയുകയും അതിൻ്റെ രീതിയിൽ വലിയ പ്രചരണം നടത്തുകയും ഒടുവിൽ മതിൽ വരെ എത്തുകയും ചെയ്ത, വനിതാ മതിൽ വരെ എത്തുകയും ചെയ്ത ഒരു സംഗതിയുണ്ട്. അപ്പം അവിടെയുള്ളൊരു പ്രശ്നം, ഇത് നടപ്പാക്കുന്നത് കുറെ കൂടി സാവകാശത്തോടെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ചെയ്യണം എന്നും, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പ്രശ്നം നിങ്ങൾക്ക് യുക്തി കൊണ്ട് നേരിടാൻ പറ്റില്ല. അതാണ് പ്രശ്നം. രണ്ട് കോൺട്രഡിക്ടറിയാണ്. ഇപ്പം എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് യുക്തിയൊന്നുമില്ല. എനിക്ക് വിശ്വാസമുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് വിശ്വാസത്തെ യുക്തി കൊണ്ട് നേരിടാൻ പറ്റില്ല. അല്ലെങ്കിൽ യുക്തിവാദികളാണ് ലോകം ഭരിച്ചിരുന്നത്. യുക്തിവാദികൾക്ക് ലോകം ഭരിക്കാൻ പറ്റാതെ വരുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റുകാർ അങ്ങനെ വിശ്വാസികളായിക്കൂടാന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞേ വൈരുദ്ധ്യാത്മ ഭൗതികവാദമൊക്കെ ഉണ്ട്. പക്ഷെ പത്മകുമാർ പാർട്ടിയുടെ സമുന്നതനായ നേതാവായിട്ടും ഈ നിലപാടെടുത്തപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വെട്ടിലായി. അപ്പോൾ ഈ കനകദുർഗയും ഇവരെയും കയറ്റാൻ വേണ്ടി, രാണ ഫാത്തിമയും കയറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം, പ്ലാനിങ് വന്നു. അതിനൊക്കെ പത്മകുമാർ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളോട്. ഈ റാന്നിയിൽ നിന്ന് കുറച്ച് സ്ത്രീകളെ ശബരിമലയ്ക്ക് കയറ്റാൻ വേണ്ടിയുള്ള ഒരു പരിപാടി അവിടുത്തെ ഒരു നേതാവ് നടത്തി. അതിനിങ്ങൊരു തടസ്സം നിന്നു. അത് പറ്റില്ല, ചെയ്യാൻ പറ്റില്ല, നമ്മളായിട്ട് ആരെയും കയറ്റണ്ട എന്നുള്ള രൂപത്തിൽ വന്നു. ആ ഘട്ടത്തിലാണ് ഇദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ സ്ത്രീ പ്രവേശനം വേണമെന്ന് പാർട്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് അദ്ദേഹം തന്നെ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരോ അദ്ദേഹത്തെ വിളിച്ചു, ഉടനെ തിരുവനന്തപുരത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്ത് ഞാൻ ചെല്ലുമ്പോഴാണ് എന്തിനാ വന്നതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയാണ് നിങ്ങളെ വിളിപ്പിച്ചത് എന്ന് പറയുന്നു. ആ സമയത്താണ് വലിയ വാർത്ത വരുന്നത്. സമാന്തരമായി ശ്രീജിത്തിനെ, ADGP ശ്രീജിത്തിനെയും അവിടുന്ന് മാറ്റി. അദ്ദേഹമാണ് അവിടുത്തെ ക്രമസമാധാന ചുമതലയുള്ള ആള്, ശബരിമലയുടെ മൊത്തം ഉത്തരവാദിത്വം. എനിക്ക് ശ്രീജിത്തിനെ വ്യക്തിപരമായിട്ട് അറിയാം. അദ്ദേഹം വലിയൊരു ഭക്തനാണ്, വ്യക്തിപരമായി വലിയ ഭക്തനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിനോട് യോജിപ്പുണ്ടായിക്കൊള്ളണമെന്നില്ല. ഇത്രയും പ്രഷറൈസ് ചെയ്ത ആളെ കൊണ്ടുവരുന്നത്
അതാണ് കാര്യം. അപ്പോൾ ഇത് വലിയ വിവാദമായി. അവസാനം ഇപ്പോൾ പാർട്ടി തന്നെ കൈയൊഴിഞ്ഞു. അവർ വന്നു, ഞങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുത്തു എന്നുള്ള രൂപത്തിലായി. ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട എന്ന് വീടുകളിൽ കയറി പറയേണ്ടി വന്നു പാർട്ടിക്ക്. പാർട്ടി അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ നവോത്ഥാനം അതിൽ കെട്ടിയതും നാട്ടിൽ മുഴുവൻ നവോത്ഥാന പ്രഭാഷണങ്ങൾ പാർട്ടിയുടെ ആളുകളെ കൊണ്ട് നടത്തിച്ചതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, വലിയ തോതിൽ. അപ്പോൾ പാർട്ടി അന്ന് അത് ഓൺ ചെയ്തിരുന്നു. അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ ലക്ഷ്യം തകർന്നടിഞ്ഞു. BJP-കാർ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയെങ്കിലും അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടിയത് UDF ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടി. 19 സീറ്റ് ആലപ്പുഴ മാത്രമേ ഉള്ളൂ. മറുവശത്ത് പിന്നീട് നടന്നത് എന്താ വെച്ചാൽ അത് വലിയ തിരിച്ചടിയായപ്പോൾ ഇവരൊക്കെ വീട്ടിൽ കയറി പറയാൻ തുടങ്ങി. എനിക്ക് ഓർമ്മയുള്ളത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 21 അതിൽ മുഴുവൻ ഒരു 150 അമ്പലങ്ങളുടെ പേര് അദ്ദേഹം പറയണം. ഇന്ന അമ്പലത്തിലേക്ക് ഇന്ന ഇത് കൊടുത്തു, ഇന്ന അമ്പലത്തിലേക്ക് ഇന്ന കൊടിമരം കൊടുത്തു, ഇന്ന അമ്പലത്തിലേക്ക് ഇത് കൊടുത്തു, അങ്ങനെ കൊടുത്ത ആൾ. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ അടുത്ത കാലത്ത് വളരെ വൈറലായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഭഗവതി പണി കൊടുക്കും, ഭഗവാൻ പണി കൊടുക്കും എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ളൊരു ഒരു പത്രസമ്മേളനം പോലൊരു സാധനം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവർക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ട്. ഇതുകൊണ്ട് വോട്ടുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു വഴിക്ക് നോക്കി, മറുവശത്ത് ഇത് മറ്റേ ഞങ്ങളില്ല എന്ന് പറയുന്ന തരത്തിലുള്ളൊരു കളി. മാത്രമല്ല, ആ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ യുവതീ പ്രവേശനത്തിന് അനുകൂലമാണ് എന്ന് തന്നെയാണ്. കാരണം മുൻ ഗവൺമെൻറ് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിയാണ് കൊടുത്തത്. അപ്പം ഡോക്യുമെൻ്ററി പ്രൂഫുണ്ട് യുവതീ പ്രവേശനത്തിന് സ്റ്റേറ്റ് കൊടുത്തത്. അതിപ്പോൾ മാറ്റിയിട്ടുണ്ടാവും വിചാരിക്കണം, എന്താ എനിക്കറിയില്ല. ഇതൊക്കെ വെച്ച് ഒന്ന്. മറുവശത്ത് ഈ വിവാദം നടക്കുന്ന സമയത്താണ് ശബരിമലയിൽ നിന്ന് കട്ടിലപ്പാളിയും മറ്റേ ദ്വാരപാലക ശില്പങ്ങളൊക്കെ പോകുന്നത് എന്ന് നമ്മൾ ചേർത്ത് വായിക്കണം. അപ്പോൾ പ്രളയം ഒരു വശത്ത്, ശബരിമലയിലെ തർക്കങ്ങൾ ഒരു വശത്ത്, ഇതിനിടയിൽ ശബരിമല ഏതാണ്ട് ഈ ഭക്തന്മാരെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ സാധനം അവിടെ നിന്ന് പൊക്കുന്നത്. അന്ന് ഇപ്പോൾ ഇദ്ദേഹം നമ്മുടെ ദേവസ്വം ബോർഡിലെ കമ്മീഷണറായിരുന്ന മറ്റേ ഇദ്ദേഹം ഉണ്ടല്ലോ, CPM-ൻ്റെ ആള്, അയാളും ഇദ്ദേഹവും വളരെ ക്ലിയറായിട്ട് അന്ന് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. സ്വർണ്ണം ചെമ്പാക്കി എന്നൊക്കെ പിന്നെ പാട്ടുപാടി വന്നതും സ്വർണ്ണമല്ല ചെമ്പാണ് എന്ന് വെട്ടി എഴുതിയതും ഇപ്പം ഇദ്ദേഹം പറഞ്ഞു ഞാനല്ല അത് വെട്ടി എഴുതിയത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒന്നൊരു പ്രധാന ആരോപണം അതാണ്, എന്നെ മാറ്റിയിട്ടാണ് ഇത് ചെയ്തത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു കുറേ കൂടി ഗുരുതരമായ ആരോപണമാണ്, സ്വർണം വിറ്റ പണത്തിൽ നിന്നാണ് പാർട്ടി ഓഫീസ് പണിതത് എന്നതാണ്. അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ആ ഗുരുതരമായ ആരോപണം പുറത്തു വന്നു കഴിഞ്ഞാൽ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് പോലെ ആവില്ല, കേരളം മുഴുവൻ വലിയ തോതിലുള്ള ദോഷം CPM-നുണ്ടാവും. അപ്പോൾ അത് CPM-ന് താങ്ങാൻ കഴിയില്ല. മറ്റൊരാരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്, മണൽ വാരുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടുത്തെ മണൽ വാരാൻ ചില ആളുകൾ പ്ലാൻ ചെയ്തു പമ്പയിലെ, അതിനെതിരായിട്ട് ചില കമ്പനിക്ക് കൊടുത്തു. അത് പിന്നെ വിവാദമായില്ല, അത് നിർത്തിവെച്ചു. UDF അന്ന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം ആ വിഷയം ഉന്നയിക്കുകയും പമ്പയിലെ മണൽ വാരൽ ആ കമ്പനിക്ക് കരാർ കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ പത്മകുമാറിന് പറയാനുണ്ടാവും. മേൽശാന്തി നിയമനത്തിലെ കാര്യം ഫൗസ് പറഞ്ഞു. മേൽശാന്തി നിയമനത്തിൽ യഥാർത്ഥത്തിൽ എൻ്റെ ഒരുപാട് ബന്ധുക്കൾ ശബരിമല മേൽശാന്തി ആയിട്ടുമുണ്ട്, ഇപ്പോഴും മേൽശാന്തി ആവാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം അത് ഒരു വലിയ പോസ്റ്റാണ്. മേൽശാന്തി നിയമനത്തിൽ ഇടപെട്ടു എന്ന് പറയുന്നത് ഗുരുതരമായ പ്രശ്നമാണ്. മന്ത്രി കത്തെഴുതി. ഒന്നാമത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അങ്ങനെ അത് ചെയ്യണമെങ്കിൽ വലിയ കളി കളിക്കണം. ഉദാഹരണത്തിന് അവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ആളുകളുടെ നറുക്കിടുകയാണ്. എന്നിട്ട് സ്ഥാനമൊഴിയുന്ന മേശാന്തിയാണ് നറുക്കെടുക്കുക, ആരുടെയാണ്. അപ്പോൾ എല്ലാവരും കൺകലിയൊക്കെയാണ് അതെടുക്കുക. അപ്പോൾ മറ്റേ ശബരിമല മേൽശാന്തി, മാളികപ്പുറം മേൽശാന്തി, അങ്ങനെയൊക്കെയുള്ള. പക്ഷേ ഇത് ഇങ്ങനെ മന്ത്രി ഇങ്ങനെ കത്ത് കൊടുക്കണത്, ആ കത്ത് ഞാൻ പ്രസിദ്ധീകരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു. തൻ്റെ ആത്മകഥയിലെ പുസ്തകത്തിലുണ്ട്. ഇത്രയും സാധനം വന്നാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അടിപടലമില്ലാണ്ടാവും. കാരണം ഈ പറഞ്ഞതുപോലെ സ്ത്രീ പ്രവേശനത്തിൻ്റെ വിഷയമായാലും സ്വർണ്ണപ്പാളിയായാലും ഇതൊക്കെയാണെങ്കിലും. അതുകൊണ്ടാണ് കേരളം മുഴുവൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം ചർച്ച ചെയ്ത ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി, ഇതൊന്നും വേണ്ട. സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനോട് ചോദിച്ചാൽ അവർ പറയുന്ന 2-3 കാരണങ്ങളിൽ ഒന്ന് പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ല എന്നുള്ളത്. കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നു, ദിവസവും വാർത്ത വരുന്നു, അത് നോക്കുന്നു, ഇതിൻ്റെ സാമ്പിൾ എടുക്കുന്നു, അവിടെ കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു. പത്മകുമാറിനെതിരെ ഒരു നടപടിയില്ല. പത്മകുമാറിനെ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തി. ഇത് നമുക്കറിയില്ലല്ലോ. സാധാരണ മനുഷ്യൻ ഇങ്ങനെ റിയൽ പരിപാടി പങ്കെടുക്കേണ്ട ഒരു യോഗത്തിന് പ്രസംഗിക്കാമെന്ന പത്മകുമാറാണോ വേറെ കുമാറാണോ നമ്മളറിയേണ്ട കാര്യമില്ല. ഒന്ന്. അപ്പോൾ ഇപ്പം എന്താണ്, വലിയ വികാരം വന്നു.
പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ല. 90 ദിവസം ജയിലിൽ കിടന്നു. അപ്പോൾ 90 ദിവസം ജയിലിൽ കിടന്നിട്ട് ഇയാൾക്കെതിരെ നടപടിയില്ല. ഇയാൾ പാർട്ടിക്കാരനാണോ എന്നുള്ളതിന് ആർക്കും സംശയമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം നടപടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. പക്ഷേ എന്തെങ്കിലും ചെയ്താൽ അതിനേക്കാൾ വലിയ പ്രശ്നമാവും. ഈ പറഞ്ഞ മാതിരി ചെകുത്താനും കടലിന് നടുവിൽ എന്ന് പറയുന്ന മാതിരിയാണ്. അല്ലെങ്കിൽ സത്യം പറഞ്ഞ വാപ്പ ഉമ്മാനെ കൊല്ലും, അല്ലെങ്കിൽ വാപ്പ പട്ടിയിറച്ചി എന്ന് പറഞ്ഞ പഴയ കഥയുണ്ട്. ഏതാണ്ട് ആ സ്ഥിതിയിലാണ് CPM നിൽക്കണേ. CPM സംബന്ധിച്ചിടത്തോളം ഇത് മറികടക്കുക എളുപ്പമല്ല. കാരണം ഇപ്പം എന്തുകൊണ്ടാണ് ഇത്ര ചെറിയൊരു നടപടി? ചിലരൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് സസ്പെൻഷൻ വലിയ നടപടിയാണ് എന്നൊക്കെ. സസ്പെൻഷൻ വലിയ നടപടിയല്ല എന്ന് മാത്രമല്ല, സസ്പെൻഷൻ എന്ന് പറഞ്ഞൊരു താൽക്കാലിക നടപടി, 1 വർഷത്തിന് മാത്രമുള്ളത് നടപടിയാണ്. മാത്രമല്ല ഇയാൾക്കെതിരെ കുറ്റപത്രം വന്നാലേ ഇയാൾക്കെതിരെ നടപടിയെടുക്കൂ എന്ന് ഗോവിന്ദ മാഷ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായി തെറ്റ് ചെയ്ത ഒരാളെ പുറത്താക്കാൻ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി മടിക്കുന്നുവെങ്കിൽ, CPM പോലൊരു പാർട്ടി കേരളത്തിൽ എത്രയോ ആളുകളെ പുറത്താക്കിയേക്കണം. MV രാഘവനെയും അല്ലെങ്കിൽ KR ഗൗരിയമ്മയും ഒക്കെ പുറത്താക്കിയ ഒരു പാർട്ടിക്ക് പത്മകുമാറിനെ എന്തുകൊണ്ടാണ് പുറത്താക്കാൻ പറ്റാത്തത്? വലിയ ഒരു കാരണമുള്ളൂ, പത്മകുമാർ മാത്രമല്ല ഈ ഇടപാടിൽ ബന്ധപ്പെട്ടുള്ളത്. പത്മകുമാറിനെ പുറത്താക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ പത്മകുമാർ പുറത്തു പറയും. ആ പുസ്തകം പുറത്തു വന്നാൽ അത് അപ്പോൾ പത്മകുമാറിനെ പുറത്താക്കിയെന്ന് ജനങ്ങളോട് അല്ലെങ്കിൽ നടപടിയെടുത്തു ജനങ്ങൾക്ക് തോന്നുകയും പത്മകുമാറിനോട് ഞാൻ കുറച്ച് ശരിയാക്കിക്കോളാം എന്ന് പുറത്തു തട്ടി പറയുകയും ചെയ്യുന്ന ഒരിടപാടാണ് ഇന്നലെ കണ്ടത്. CPM ഒരിക്കലും പത്മകുമാറിനെ പുറത്താക്കാൻ പറ്റില്ല. പുറത്താക്കിയാൽ CPM ഉണ്ടാവില്ല, പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ CPM ഉണ്ടാവില്ല. കാരണം ഈ വിവരങ്ങൾ പുറത്തു വന്നാൽ ഇപ്പോൾ മിനിയാന്ന് എന്താ എന്ന് പറഞ്ഞാൽ അയാൾ പുസ്തകം എഴുതട്ടെ, പുസ്തകം പുറത്തു വരട്ടെ, എന്നാൽ ധൈര്യമായിട്ട് പുറത്താക്കിക്കോ, എന്നാൽ പുറത്താക്കിയാൽ പോരെ. ഇയാൾ ഗുരുതരമായ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പാർട്ടിക്ക് അഭിപ്രായമുണ്ടോ? ശബരിമലയിൽ കൊള്ള നടക്കുമ്പോൾ ഇയാൾ അവിടെ ഈ പറഞ്ഞ സ്വർണ്ണപ്പാളിയും ദ്വാരപാലക ശില്പമൊക്കെ കൊള്ള നടക്കുമ്പോൾ ഇയാൾ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു എന്നുള്ള ഉറപ്പല്ലേ? ഈ രേഖ മുഴുവൻ ഒപ്പിട്ടത് ഇയാളാന്നല്ലേ? അത് ആ കാര്യം പാർട്ടിക്ക് നന്നായി അറിയാമെങ്കിൽ അയാൾക്ക് വീഴ്ച വന്നു എന്നാണ്. വീഴ്ച എന്ന് പറഞ്ഞ സംഗതിയല്ല. ഒരു വലിയ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഒരാൾ വീഴ്ച വന്നു എന്നാണ് പറയുന്നതെങ്കിൽ അതിൽ ഒന്നും പറയാനില്ല. അപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പത്മകുമാറിനെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. തൊട്ടാൽ പത്മകുമാറിനെ ഗൗരവതരമായി തൊട്ടാൽ അന്ന് പ്രശ്നം ഉണ്ടാവുമെന്നറിയാം. അതുകൊണ്ട് തൽക്കാലം പത്മകുമാറിനെ സൂചിപ്പിക്കുന്നു, നാട്ടുകാരെ പറ്റിക്കുന്നു, അണികളെ പറ്റിക്കുന്ന ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അല്ല, ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഇപ്പം ഭരണം മാറി UDFൻ്റെ കയ്യിലാണ് ഭരണം ഇരിക്കുന്നത്. ഇൻ കേസ് എങ്ങാനും UDF പത്മകുമാറിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ കേസ് സ്വാഭാവിക അദ്ദേഹത്തിനെതിരെ വീണ്ടും കേസ് വരും, ചോദ്യം ചെയ്യും. അദ്ദേഹം എങ്ങാനും ഈ സാധനം പുറത്തു വിട്ടാൽ, അത് മാത്രമല്ല രണ്ടാമതൊരു ചോദ്യം കിടക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ബുക്ക് ഇതുവരെ റിലീസായിട്ടില്ല, ഓൾറെഡി എല്ലാം തയ്യാറായി കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇനി ആ ബുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യുമോ അതോ പഴയ ബുക്ക് തന്നെ പബ്ലിഷ് ചെയ്യുമോ? UDFൻ്റെ നിലപാട് എന്തായിരിക്കും ഈ വിഷയത്തിൽ? അല്ല, UDFന് ഇതിൽ നിലപാടെടുക്കേണ്ട കാര്യമില്ല. കാരണം ഒന്നാമത് ഹൈക്കോടതി നിയമിച്ച SIT ആണ് അന്വേഷണം നടത്തുന്നത്. ആ SIT എന്ന് പറയുന്നത് പിണറായി വിജയൻ ഇരുന്ന കാലത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അവർ മാറുന്നില്ലല്ലോ, SIT മാറുന്നില്ല, ഹൈക്കോടതിയുടെ മേൽനോട്ടം മാറുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ മുമ്പ് പിണറായി വിജയൻ ഇരുന്ന കാലത്ത് എന്തൊക്കെ പറഞ്ഞാലും SIT എന്നൊക്കെ പറഞ്ഞാലും ഈ ഉദ്യോഗസ്ഥരുടെ മേലെയാണല്ലോ ഇവിടെ ADGP DGPയും ഹോം മിനിസ്റ്ററും ഒക്കെ ഉള്ളത്. സ്വാധീനം ഉണ്ടാവും. കാരണം മാത്രമല്ല ഇതിന്റെ ഡോക്യുമെന്റെങ്കിലും ചിലപ്പോൾ അവർക്ക് കിട്ടും. ഇതിന്റെ അന്വേഷണ ഡോക്യുമെന്റ് രഹസ്യമായി ഹോം മിനിസ്റ്ററിക്കോ PP ശശിക്കോ ആർക്കെങ്കിലും കിട്ടിയേക്കാം. അത് കിട്ടാൻ വഴിയുണ്ട്. ഇനി അത് കിട്ടില്ല. ഇപ്പൊ അന്വേഷണം വളരെ ഗൗരവത്തിൽ നടക്കുകയാണ്. വീണ്ടും സാമ്പിൾ എടുക്കുന്നു, പരിശോധിക്കുന്നു. ഇതൊക്കെ ഇതിൽ ഉറപ്പാണ് പത്മകുമാർ പ്രതിയാണെന്നുള്ളത്. ഞാൻ കണക്കാക്കുന്ന 1-2 ദിവസത്തിനകത്ത് ഇതിന് മുമ്പുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം പ്രശാന്ത് ഈ സാധനം വീണ്ടും കൊടുക്കാൻ തീരുമാനിച്ച ആളാണ്. അപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, പഴയ കുഴപ്പം മറച്ചു വയ്ക്കാൻ വീണ്ടും കൊടുക്കാമെന്നാണ്. യഥാർത്ഥത്തിൽ ഇത് വന്നാൽ ഒരു സംശയമില്ല, SIT ഇത് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രശാന്ത് കൂടി അറസ്റ്റായാൽ CPM-നെ പിന്നെ പിടിച്ചു വയ്ക്കാനും ഒന്നും ഉണ്ടാവില്ല, ഒരു വസ്തു ഉണ്ടാവില്ല. അപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും ചെയ്യണ്ട. UDF മിണ്ടാതിരുന്നാൽ മതി. SIT-യെ സ്വതന്ത്രമായി വിട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ വിട്ടാൽ തന്നെ ഇവർ കുടുങ്ങും. അത് പത്മകുമാർ കുടുങ്ങും, പ്രശാന്തും കുടുങ്ങും, അതുവഴി പാർട്ടിയും കുടുങ്ങും. ഇനി പുസ്തകം പത്മകുമാർ ഇപ്പോൾ തൽക്കാലം പ്രസിദ്ധീകരിക്കില്ല. കാരണം പത്മകുമാറിനെ എപ്പോൾ പാർട്ടി പുറത്താക്കുന്നു അപ്പോഴേ പ്രസിദ്ധീകരിക്കുള്ളൂ. അത് വെക്കും. കാരണം ഈ പുസ്തകം ഉള്ളിടത്തോളം കാലം പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പത്മകുമാറിന്. ഈ പുസ്തകം ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം മതി
പാർട്ടി പത്മകുമാറിൻ്റെ പ്രൊട്ടക്ഷനാണത്. പാർട്ടിയെ വരച്ച വരക്ക് നിർത്താൻ നിർത്താൻ പത്മകുമാർ. യെസ്, പത്മകുമാറിൻ്റെ പ്രൊട്ടക്ഷൻ എന്താണ് പറയുക, ഗാർഡാണ് ആ പുസ്തകം. അദ്ദേഹം നന്നായി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് എന്തായാലും പാർട്ടി മെമ്പർഷിപ്പിനോടൊന്നും പുള്ളിക്ക് താല്പര്യമില്ല. പുള്ളി വേറെ ഐഡിയകളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ പറയാൻ പറ്റില്ല എന്താ സംഭവിക്കുക.